ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ബാത്റൂമിൻ്റെ ആണെങ്കിലും ബാത്റൂമിൻ്റെ ടൈൽസ് ആണെങ്കിലും അതേപോലെ തന്നെ കിച്ചൻ്റെ ടൈല് സിങ്ക് ഒക്കെ തേച്ച് എഴുതുന്നതിന് നമ്മൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ജോലി എളുപ്പത്തിൽ തന്നെ തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുപ്പിയുടെ ആ മുകൾ ഭാഗം മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല കട്ടിയുള്ള നൂലെടുത്താൽ മതി. നൂലോ എന്താണേലും മതി, നമുക്ക് പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കോർത്തെടുത്തതിന് ശേഷം കുപ്പിയുടെ മൂടിക്കകത്തൂടെ നമുക്ക് ആ വള്ളി രണ്ടും കൂടെ ചേർത്തിങ്ങ് എടുക്കാം. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമുക്കതിനകത്തോട്ട് കോർത്തിങ്ങെടുക്കാം. അപ്പോൾ മൂടിക്കകത്ത് പ്രത്യേകിച്ച് ഹോളൊന്നും തന്നെ ഇടണ്ട, നമുക്കതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ അതൊരു വള്ളിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. നമുക്ക് തേച്ചെല്ലാം കഴിയുമ്പോഴത്തേനും അതിനകത്ത് സോപ്പും വെള്ളവും എല്ലാം പോയി കിടക്കും. അങ്ങനെ അവിടെ ആ കിച്ചൻ്റെ ടാപ്പിനകത്തോ അതല്ല എങ്കിൽ നമുക്കൊരു ആണി പിടിപ്പിച്ച് അതിനകത്ത് തൂക്കിയിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളവും സോപ്പും എല്ലാം പോയി കിടക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ഒരു ടിപ്പാണിത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് ടൈലൊക്കെ തേച്ചെഴുതി കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ജോലിയും ഒതുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിലവർക്ക് അലർജി കാണും, സോപ്പ് കയ്യിൽ കൊള്ളുമ്പോഴും അതേപോലെ തന്നെ ഈ സ്ക്രബ്ബർ പിടിക്കുമ്പോഴത്തേനൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. കാരണം നമുക്ക് ആ മൂടി പിടിച്ച് തന്നെ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഒന്ന് തേച്ചെഴുതി ഇറക്കാൻ പറ്റും. സിങ്കിൻ്റെ ടാപ്പും എല്ലാം എളുപ്പത്തിൽ തന്നെ തേച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ നമുക്കവിടെ കൊളുത്തിയിടുകയും ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ടിപ്പാണ്. കാരണം നമുക്ക് സാധാരണ നമ്മൾ തേച്ച് ഉരച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി എടുക്കാനും പറ്റും. നല്ല വെളുത്ത് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇത് വെച്ച് ഞാൻ ബാത്റൂമിൻ്റെ ടൈലും കൂടെ കഴുകുന്ന കാണിച്ചു തരാം. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ സ്ക്രബ്ബറിനകത്തോട്ട് നമുക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തതിന് ശേഷം കൊളുത്തിയിട്ട് ആ വെള്ളവും സോപ്പും എല്ലാം പോയി കിടക്കും. അപ്പോൾ ആ സ്ക്രബ്ബറിനകത്തോട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പം നമുക്ക് ആ ബാത്റൂമിൻ്റെ ടൈല് ഫുള്ളും അത്രയും സോപ്പ് പൊടി കൊണ്ട് തേച്ച് കഴുകിയെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ വളരെ ഈസി ആയിട്ട് അതിൻ്റെ ടാപ്പും എല്ലാം നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അതിനകത്ത് സോപ്പ് തീർന്നെന്ന് കാണുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല പത കിട്ടും. അപ്പോൾ ഇനി അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പം നല്ല രീതിയിൽ ഒന്നുകൂടെ പതഞ്ഞ് വരും. കണ്ടോ? അപ്പോൾ അത്രയും പൊടി വെച്ച് നമുക്ക് ആ ബാത്റൂം ഫുള്ള് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതുമല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ ടൈലൊക്കെ കഴുകിയെടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി ഒതുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് തേച്ച് കഴുകി കഴിഞ്ഞു. കണ്ടോ? നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിരവ, ഇത് ഇപ്പം മിക്കവരും ഈ ചിരവയാണല്ലോ മേടിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിരുന്ന് തേങ്ങ ചിരണ്ടുമ്പോഴത്തേനും നമുക്കത് കുലുക്കമായിരിക്കും, ഭയങ്കര കുലുക്കമാണ്, പാത്രം വയ്ക്കാൻ ഒക്കത്തില്ല. അപ്പം നമുക്ക് ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പറോ സഞ്ചിയോ എന്തെങ്കിലും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കുഴിഞ്ഞ പാത്രം വേണം വെച്ച് കൊടുക്കാൻ. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് തേങ്ങ ചിരണ്ടിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ചിരണ്ടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിതൊന്നും വെച്ച് കൊടുക്കാതെ പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാത്രം കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീസറിനകത്ത് കുറച്ച് ന്യൂസ് പേപ്പർ, അത് ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, കൈ കൊണ്ട് കീറിയെടുത്താലും മതി. അപ്പോൾ കൊച്ചു കൊച്ചു പീസാക്കി നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ രീതിയിൽ തന്നെ മുറിച്ചെടുക്കാം. ഇപ്പം നമുക്ക് കീറിയെടുത്താലും മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് എന്തെല്ലാം ഉപയോഗമുണ്ടോ അതുപോലെ തന്നെ ഈ പേപ്പർ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ ആണെങ്കിലും അതേപോലെ തന്നെ ജനലിൻ്റെ ഗ്ലാസ്, കണ്ണാടി ഏതാണേലും നമുക്ക് ഈ ഗ്ലാസ് ഐറ്റംസ് എല്ലാം ഇത് വെച്ച് തുടച്ചെടുക്കാം. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ പുറത്ത് തിണ്ണയിലൊക്കെ നമുക്ക് ഇതേപോലെ ഉറുമ്പുണ്ടെങ്കിൽ നല്ല മണമുള്ള പൗഡറൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉറുമ്പിനെ ഓടിക്കാൻ പറ്റും. അപ്പം ഇത് നല്ലൊരു ടിപ്പാണ്.
ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നൈറ്റിയുടെ പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പാവാട ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കോട്ടൻ്റെ ഇതേപോലെ ഒന്ന് മുറിച്ച് വെച്ചാൽ നമുക്ക് കിച്ചണിൽ നല്ല ഉപകാരമായിരിക്കും. കാരണം പെട്ടെന്നൊന്നും എടുത്ത് ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് തുടയ്ക്കണമെങ്കിലും എല്ലാം ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ നമുക്ക് ചെറിയ പീസാക്കി മുറിച്ചൊരു ഡപ്പയിൽ വേണേൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയൊക്കെ തിളച്ചതിന് ശേഷം മാത്രമേ എന്തും ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. അതല്ല എങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് നമ്മൾ പൊരിച്ചെടുക്കുന്ന എണ്ണ തീരുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഹൈ ഫ്ലെയിമിലാക്കി എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഏത് ഫ്രൈ ചെയ്തെടുത്താലും അപ്പോൾ എണ്ണ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. നല്ല ലാഭമാണ് എണ്ണയ്ക്ക്. അതേപോലെ തന്നെ എണ്ണ കുടിക്കത്തുമില്ല. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലായിട്ട് ഇത് എടുക്കുമ്പോഴത്തേനും വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ. ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പം ഇനിയിപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.